അദ്ദേഹം നേരെ പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഇങ്ങനായിപ്പോയത്. എന്താ അദ്ദേഹം ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് കൂടും. ഇതാ പ്രസംഗം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ, ആ പാവത്തൊക്കെ വിട്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ല, പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മറുപടി ഞാനിവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ. അല്ല, വെളിയിൽ മൈക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പറയാം. പിടിക്കണ്ട. മറുപടി ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ പറഞ്ഞോളാം. നിങ്ങളുടെ ടോണി ലൂക്കോസ് എന്ന മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും. ആൻസർ അതിലുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ എന്നോട് ചോദിക്കണ്ട, ടോണി ലൂക്കോസ് ആവണ്ട കേട്ടോ. പോണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് അത് സ്റ്റേറ്റ്മെന്റ്. സി പി ഐയിൽ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. വിനോദ് വിഷയത്തിന് ഇല്ലാത്ത സൂക്കട അയക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 6000 വോട്ട് കഷ്ടിച്ചാണ് അയാൾ ജയിച്ചത്. 18000 വോട്ടിന് ആ നല്ലവനായ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് സൂര്യ കിടക്കുന്നത് എലോത്തവൻ ജയിച്ചെടുത്ത് നൂറിനാട്ടുകാരനായ പ്രസാദ് ഇവിടെ വന്ന് വെറും 6000 വോട്ടിനാണ് ജയിച്ചത്. അതൊരു കൊച്ചു പയ്യനോട്. അതുപോലും അയാൾ ഓർത്തില്ല. അയാളുടെ വിജയം തുലാസിലാണ്. ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല വേറെ. ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ജില്ല കൂടെ നിന്ന് പ്രസംഗിക്കാം, കുറെ സീറ്റൊക്കെ തോക്കാം. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു. എല്ലാവരും സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രസാദിന് ഗുരുത്വമില്ല. അല്ല, പിന്നെ എനിക്കെതിരെ പറയേണ്ട കാര്യം എന്താണ്? പറ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുക പുള്ളി. എനിക്ക് പാർലമെന്റ് വ്യാമോഹ. പുള്ളിക്ക് എന്തുവാ പിന്നെ എന്തിന്റെ വ്യാമോഹത്തിനാണ് മത്സരിക്കുന്നത് രണ്ടാമത് ഇവിടെ വന്നിട്ട്? അതായത് നാട് പോലും ഇവിടെ ഹരിപ്പാട് മുമ്പ് ചെന്നിത്തലയോട് 2 തവണ തോറ്റതല്ലേ അല്ലേ? നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ചിട്ട് അവസാനം ചേർത്തല വന്നാണ് രക്ഷപ്പെട്ടത്. അത് 18000 6000 ആയി അല്ലെ 7000 ആയി. അത് ചെവിക്ക് നുള്ളിക്കോട്ടെ. ഇവരൊക്കെ തിരിച്ചടി കൊടുക്കും ജനങ്ങൾ. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ അവിടെ ഉള്ളത്. അല്ല, പ്രസാദ് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നുള്ളതല്ലേ? ഇവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കൂടെ നിന്ന് തങ്കപ്പന്റെ തലവെട്ടി എടുത്തപ്പോഴേ ഞാനവിടെ താലൂക്ക് സെക്രട്ടറിയാണ്. പ്രസാദിന് അറിയാം. പ്രസാദ് തുണിയില്ലാതെ ഓടും. ആ സമയത്ത് പ്രസാദായിരുന്നു മുണ്ടുരിഞ്ഞ് കളഞ്ഞിട്ട് ഓടും. അവിടെ ജി സുധാകരനെ കമ്മ്യൂണിസം പഠിപ്പിക്കാനൊന്നും പറയണ്ട. സ്വയം അവിടെ ജയിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഒരു ശത്രുവല്ലാത്ത എന്നെ, ഇപ്പോഴും ശത്രുവൊന്നും അല്ലെങ്കിലും അയാൾ അന്യായം പറഞ്ഞു. അന്യായത്തിനുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അവിടെ പോയി 2 മീറ്റിംഗ് പ്രസംഗിക്കണമെന്നുണ്ട്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അത് പറയാം. സാധാരണ ഗതിയിലുള്ള ചോദ്യമൊന്നും അല്ല സാറേ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, ലീഡിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് നിയമം അറിയാം പറഞ്ഞല്ലോ. അപ്പൊ അതിനുള്ള കേൾക്കാം. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞത്. അത് ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട് ചോദ്യത്തിൽ. അതുപോലുള്ള ഉത്തരം പറയാനാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ തർക്കിക്കണം നമ്മൾ തമ്മിൽ. അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. എന്നോടൊന്ന് ചോദിച്ചത് അല്ല, ഞാൻ ചോദിച്ചല്ലോ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞല്ലേ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. പറയട്ടെ, നിങ്ങളുടെ അറിവില്ലായ്മ ഈ കാര്യത്തിൽ അറിവുള്ള ഞാനും നമ്മൾ യോജിക്കത്തില്ല. നിയമത്തിൽ കോടതിയിൽ ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ജഡ്ജി തടയും. അതായത് ഇന്ന ആൻസർ പറയണം എന്ന അർത്ഥത്തിൽ ചോദിക്കാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തോട് എനിക്കെതിരെ ഷാർപ്പായി പറയുന്നതിനുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ കേട്ടു നോക്ക്. അപ്പോഴേ ഞാൻ മുന്തിരിച്ചാൽ കൊള്ളാവുള്ള ഈ ലൂക്കോസ്. എന്നിട്ട് എന്റെ ഇന്റർവ്യൂവിന് നാളെ അയച്ചിരിക്കുക. അദ്ദേഹത്തെ നേരെയോ എന്തോ തന്നെ പേര് എന്നെ ആളെ എന്തിനാ ഞാൻ പോകത്തില്ല. എനിക്ക് മനോരമയോട് തികഞ്ഞ ഇതുണ്ട്. പിന്നെ ഫിലിപ്പാച്ചു സാർ എന്നെ വിളിച്ചിരുന്നു 1 മാസം മുമ്പ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചൊന്നും വേണം, നല്ല റിപ്പോർട്ട് കൊടുത്താൽ മതി. അതവർ കൊടുക്കുന്നുണ്ട്. ഇതല്ല, അവരുടെ തന്നെ നയത്തിനെതിരായിട്ടാണ്. ഈ ജോണി ലൂക്കോസ് നല്ല റിപ്പോർട്ടറാ. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ പറ്റും. നിങ്ങളത് അല്ല, നിങ്ങൾ പിന്നെയും പറയുന്നത് കാരണം നിങ്ങൾ അതിലെ ജീവനക്കാരനായതുകൊണ്ട് അതാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വേണം. പത്രത്തിലും ആ വാർത്ത ഇന്ന് വലിയ ഹെഡ്ലൈനിലുണ്ട്. പാർട്ടി
സോ പത്രങ്ങളിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യു ആർ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി, സോ ഐ വിൽ നോട്ട് ആൻസർ യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്നെ ഞാൻ ഇറങ്ങിക്കോളാം. എന്നെ വൈറ്റ് ആരും പിടിക്കണ്ട നോട്ട്